ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. പ്ലാന്റിൻ്റെ പേര് കൊടുവേലി എന്നാണ്. നീലക്കൊടുവേലി അല്ല കേട്ടോ, കൊടുവേലി എന്ന് പറഞ്ഞൊരു ഔഷധ സസ്യമാണ്. നമുക്കതിനെക്കുറിച്ച് കാണാവേ. ഫ്രണ്ട്സ്, ഇതാണ് കൊടുവേലി. കൊടുവേലി സത്യം പറഞ്ഞാൽ ഒരു ചെടിയായിട്ട് തന്നെ തോന്നും. നമ്മുടെ ഗാർഡനിലൊക്കെ ചെടിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് പോലെ നല്ലൊരു കളറുള്ള റെഡിഷ് പിങ്ക് ചേർന്ന ഒരു കളറാണ്. ഇതിനെ ചെത്തിക്കൊടുവേലി എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വൈറ്റും ഈ ഒരു റെഡിഷ് കളറും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് മെയിനായിട്ട് ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. ഒരുപാട് മരുന്നുകളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കൃഷികൾക്കൊക്കെ ഒരു സെക്യൂരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ കപ്പ, ചേന, ചേമ്പ് അങ്ങനെയൊക്കെയുള്ള കിഴങ്ങ് വർഗ്ഗ ഐറ്റംസിൻ്റെ ഇടയ്ക്കൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വേരിന് നല്ലൊരു ആസിഡ് സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വന്ന് എലിയെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ എലിയുടെ ഈ ആസിഡിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് കഴിക്കുമ്പോഴത്തേക്കിന് ആ വായിൽ ചുണ്ടിലൊക്കെ പറ്റി അതിൻ്റെ ചുണ്ടൊക്കെ നല്ല ഒരു പൊള്ളുന്ന പോലെ ഒന്ന് ജീർണിച്ചൊക്കെ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ എലികളും പന്നിയൊന്നും അടുക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കളറ് എൻ്റെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. രണ്ടും നമുക്ക് ചെടി പോലെ ആണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്താണെങ്കിലും വളർത്താവുന്നതാണ്. ഇതിൻ്റെ വേരിന് വെള്ളയതിനേക്കാട്ടിലും കുറച്ചും കൂടെ വണ്ണക്കൂടലാണ് ഈ റെഡ് കളറിന്. അപ്പം അതാണ് ഞാനിപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കി, എന്ത് ചെയ്താൽ വരുന്നില്ല. പിന്നെ ഞാൻ തൂമ്പ എടുത്തൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന് വ്യാവസായികപരമായിട്ട് നല്ല വില കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇപ്പോൾ കൃഷിയായിട്ട് തന്നെയല്ല, ഇത് ഒരു കച്ചവട രീതിയിലും ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ വേരിന് നല്ല വിലയുള്ളതാണ്. നല്ല അത്യാവശ്യം കുറച്ചൊരു വണ്ണമൊക്കെയുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ നമുക്ക് വെട്ടി നിർത്തി അതിനൊരു വള്ളി പോലെയൊക്കെ ആക്കുവാണെങ്കിൽ ചെടി, നമ്മുടെ വള്ളിച്ചെടിയൊക്കെ വരുന്ന പോലെ പൂന്തോട്ടത്തിൽ നിർത്തിയാലും നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ ഇത് കുറേ നാളായിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അങ്ങനെ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചിയാണ് ഇതെല്ലാം പറഞ്ഞൊക്കെ തന്നത്. ഇങ്ങനെ അമ്മച്ചിക്ക് ഒരുപാട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അത് എന്തിനൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അമ്മച്ചിയുടെ അത്താക്കെ ആണെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. നാട്ടു മരുന്നുകളൊക്കെ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് കൂടുതൽ അസുഖങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. കാരണം അത് വേറെ രീതിയെന്നല്ല, ഔഷധപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താണ്. ഇപ്പം ഒരു ചതവ് വന്നാലൊക്കെ ആണെങ്കിലും ചതുരമുല്ല അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അരച്ചിട്ട് അത് മാറുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടുവേലിയുടെ വേരും ഫ്ലവറുമാണിത്. അത്യാവശ്യം കുറച്ചൊരു വണ്ണമുണ്ട്, ഒത്തിരി വണ്ണമൊന്നും ഇല്ല. അപ്പം ഞാനിത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ളത് അവിടെ കിടന്നെങ്കിൽ ബാക്കി കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞു വേഗം തന്നെ അതിന് മണ്ണൊക്കെ ഇട്ട് മൂടിക്കുക, അല്ലെങ്കിൽ അത്തച്ചി എന്ന് പ്രശ്നം. കാരണം ഈ ഉണക്കായതുകൊണ്ട് വേഗം കരിഞ്ഞു പോവുകയെ നമ്മൾ ഈ ചെടിയുടെ വേരൊക്കെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ കൊടുവേലി തന്നെ ഉണ്ടല്ലോ, 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ചെത്തിക്കൊടുവേലിയാണ്. പിന്നെ ഇതിൻ്റെ ഈ വേര് കിഴങ്ങൊക്കെയാണ് നമ്മൾ മരുന്നിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഇതിൻ്റെ വേര് കിഴങ്ങൊക്കെ എടുത്ത് ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് നേർപ്പിച്ച് ആ രൂപത്തിലാക്കി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കാണെങ്കിലും കൈയും കാലുമൊക്കെ പൊള്ളാനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരാവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. കാരണം അത്രയ്ക്ക് എഫക്റ്റ് ഉള്ളൊരു സാധനമാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് പ്ലംബാഗോ റോസിയ എന്നാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഇതിന് അത്രയ്ക്ക് എഫക്റ്റുള്ള, അബോർഷൻ വരെ സാധ്യതയുള്ളൊരു പ്ലാന്റാണ്. കാരണം അത്രയ്ക്ക് എഫക്റ്റുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു സീസണൽ ഫ്ലവറൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ കാണത്തുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ ഇത് ഇങ്ങനെ ഒരു ചെടിയായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിത് വലുതായിട്ട് അറിയാൻ പാടാം. പക്ഷേ ഈ ഒരു ടൈമിലാണ് ഇതിന് പൂക്കളൊക്കെ ഉള്ളത്. അപ്പോഴേ നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളവിടെ ചെടികളിൽ ഗാർഡനിലൊക്കെ ഇത് മെയിനായിട്ട് വെക്കാത്തതിന് കാരണം തന്നെ ഇതൊരു സീസണിൽ മാത്രമേ ഫ്ലവർ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ്. കൊടുവേലി തന്നെ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ചുമന്ന കൊടുവേലി, വെള്ളക്കൊടുവേലി, നീലക്കൊടുവേലി. നീലക്കൊടുവേലി ഭയങ്കര പ്രശസ്തമാണല്ലോ. നമുക്കൊക്കെ ഒരുപാട് ശക്തിയുള്ള, ആ വേരിന് ഭയങ്കര ഒരുപാട് ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇതിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ കൊടുവേലി എന്തായാലും നമ്മുടെ സാധാ ചെത്തിക്കൊടുവേലി ഒരുപാട് മരുന്നുകളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ്. ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണിത്. ഇത് കുഴിച്ചു വെച്ച് 2 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ വേരിന് കൂടുതൽ ആ ഒരു ഔഷധ ഗുണങ്ങൾ മൊത്തം വരുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല എഫക്റ്റ് ഉള്ളതാണ്. ഇതിപ്പോൾ വ്യവസായപരമായിട്ടാണെങ്കിൽ വിൽക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ 1 കിലോ കിഴങ്ങിന് 200-300 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മൂടിൽ നിന്ന് എന്തായാലും ഒരു 4 കിലോ 5 കിലോ ഒക്കെ കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കൃഷിയായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ഇടാനായിട്ടൊരു പ്രചോദനം കൂടിയാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ കാണാം.